Welcome, my dear friends. Today we are going to discuss the third chapter from your first unit. This chapter is a speech from young Canadian environmental activist Seven Suzuki. Seven സുസുക്കിയുടെ ഒരു സ്പീച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ. This video presentation is mainly for equivalency students. So I think it is better to explain things in our regional language also. സെവൻ സുസുക്കി എന്ന് പറയുന്ന ഒരു കനേഡിയക്കാരിയായ എൻവയോൺമെന്റൽ പാരിസ്ഥിതിക പ്രവർത്തകയുടെ ഒരു സ്പീച്ചാണ്, അവരുടെ ഒരു പ്രസംഗമാണ് നമുക്ക് ഈ ചാപ്റ്ററിലുള്ളത്. ഈ പിക്ചറിൽ കാണുന്നത് പോലെ തന്നെ കുറച്ച് പാഡി ഫീൽഡ്സ്, പ്രൊട്ടക്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, പ്ലാന്റ്, പ്രിവെന്റ്, ക്ലോസ് ടാപ്സ്, റെയിൻ വാട്ടർ, ഇറോഷൻ, ട്രീസ് എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട് അല്ലേ. ദീസ് വേർഡ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് എൻവയോൺമെന്റ് അല്ലേ, നമ്മുടെ ഈ പ്രകൃതിയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഏകദേശം നമുക്ക് നോക്കാം. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ടേക്ക് 4 ഡിസിഷൻസ് ടു സേവ് അവർ പ്ലാനറ്റ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായി നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുക, ഒരു 4 തീരുമാനങ്ങൾ എടുക്കുക. Write them down as sentences. അത് വാചകങ്ങളാക്കി എഴുതുക. Sometimes people from different nations meet to discuss serious environmental concerns and important decisions are taken. Sometimes people from different nations എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ, countries, പല രാജ്യങ്ങൾ, ഡിഫറെന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ, മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, കൂടിച്ചേരുക അല്ലെങ്കിൽ കണ്ടുമുട്ടുക. മീറ്റ് ടു ഡിസ്കസ് സീരിയസ് എൻവയോൺമെന്റൽ കൺസേൺസ്, വളരെ പ്രാധാന്യമുള്ള എൻവയോൺമെന്റൽ എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായിട്ടുള്ള കൺസേൺസ്, ആ കാര്യങ്ങളെ കുറിച്ച് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. എൻവയോൺമെന്റൽ കൺസേൺസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പാരിസ്ഥിതിക പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി എല്ലാവരും ഒത്തുകൂടാറുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവർ, നേഷൻസ്, രാജ്യങ്ങൾ. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആർ ടേക്കൺ, അതിനോടനുബന്ധിച്ച് പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യമേറിയ, ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ ഒക്കെ എടുക്കാറ് ഉണ്ട്. ദി എർത്ത് സമ്മിറ്റ് വാസ് സച്ച് എ മീറ്റിംഗ്. എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് അതുപോലെ ഒരു മീറ്റിംഗ് ആയിരുന്നു. വിച്ച് ഹാപ്പൻഡ് ഇൻ 1992 അറ്റ് റിയോ ഡി ജനീറോ ഇൻ ബ്രസീൽ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എർത്ത് സമ്മിറ്റ് എന്ന് പറയുന്നത് അതുപോലുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. ഇറ്റ് വാസ് സച്ച് എ മീറ്റിംഗ് വിച്ച് ഹാപ്പൻഡ് ഇൻ, നമ്മൾ പ്രിപ്പോസിഷൻ എൻ ആണ്, ഇൻ കൊടുക്കുന്നത് വർഷത്തിന് മുമ്പിൽ എന്ത് ചെയ്യും, ഇൻ കൊടുക്കും. ഒരു സ്ഥലത്തിന്, ചെറിയ സ്ഥലത്തിന് മുമ്പിലാണ് നമ്മൾ അറ്റ് കൊടുക്കും. ഒരു രാജ്യത്തിൻ്റെയോ മെട്രോപൊളിറ്റൻ സിറ്റിയോ ആണെങ്കിൽ നമ്മൾ അതിന് മുമ്പിൽ ഇൻ കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ. ഡേറ്റിന് മുമ്പിലാണെങ്കിൽ നമ്മൾ ഓൺ ആണ് കൊടുക്കുന്നത്. The Earth Summit was such a meeting which happened in 1992 at Rio de Janeiro in Brazil. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ 1992 നടന്ന ഇതുപോലുള്ള ഒരു മീറ്റിംഗ് ആണ് എർത്ത് സമ്മിറ്റ്. The meeting discussed the problems of how development can be achieved without damaging environment. ആ മീറ്റിംഗിൽ ചർച്ച ചെയ്ത കാര്യം ഇതായിരുന്നു. The main agenda of the meeting was how development can be achieved without damaging environment. Damaging എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. എന്താണ് ഡെവലപ്മെന്റ് എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. പ്രകൃതിയെ നശിപ്പിക്കാതെ എങ്ങനെ നമുക്ക് വികസനം കൊണ്ടുവരാം എന്നുള്ളതാണ്. This is otherwise called sustainable development. ഇതിനെയാണ് അവർ സുസ്ഥിര വികസനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A young girl from Canada named Seven Suzuki made a speech at this meeting. ഇതാണ് ഇതിനകത്തെ പ്രത്യേകത. യങ് ഗേൾ ഫ്രം കാനഡ,
കാനഡയിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി. ഇതാണ് അവളുടെ പേര്, സെവൻ സുസുക്കി. ഇതാണ് സെവൻ സുസുക്കി. മെയ്ഡ് എ സ്പീച്ച് അറ്റ് ദിസ് മീറ്റിംഗ്. അവിടെ വെച്ച് അവളൊരു പ്രസംഗം നടത്തുകയുണ്ടായി. ലെറ്റ് us റീഡ് her സ്പീച്ച്. നമുക്ക് അവളുടെ ആ സ്പീച്ച് ഒന്ന് വായിച്ചു നോക്കാം. സെവൻ സുസുക്കി നമുക്കിവിടെ കാണാം. ഉള്ള പേരാണ് സെവൻ സുസുക്കി. അവളുടെ പ്രസംഗം എന്നുള്ളതാണ്, സ്പീച്ച് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹലോ, I am Seven Suzuki speaking for ECO. ഹലോ എന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം അവൾ പറയുകയാണ്, I am Seven Suzuki speaking for ECO. ഞാൻ ECOയ്ക്ക് വേണ്ടി ആണ് സംസാരിക്കുന്നത് ഇവിടെ. എൻ്റെ പേര് സെവൻ സുസുക്കി എന്നാണ്. ECO എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എൻവയോൺമെന്റൽ ചിൽഡ്രൻസ് ഓർഗനൈസേഷൻ. ഇത് നോക്കാം. We are a group of 12 and 13 years old from Canada trying to make a difference. We are a group of 12 and 13 years old from Canada. ഞങ്ങൾ 12ഉം 13ഉം വയസ്സുള്ള ഒരു വിഭാഗം കുട്ടികളാണ്. എന്തിനെ? Trying to make difference. ഒരു മാറ്റം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. We raised all the money ourselves to come 6,000 miles to tell you adults you must change your ways. എന്നാണ് പറഞ്ഞത്. We raise all the money ourselves to come 6,000 miles. ഈ 6,000 മൈലുകൾ താണ്ടി വരാനുള്ള പണം ഞങ്ങൾ തന്നെത്താനെയാണ് കണ്ടെത്തിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? To tell you adults you must change your ways. നിങ്ങൾ മുതിർന്നവരോട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ആണ്. എന്ത്? നിങ്ങൾ നിങ്ങളുടെ രീതികൾ മാറ്റേണ്ട സമയമായിരിക്കുന്നു. Coming here today, I have no hidden agenda. ഇന്ന് ഇവിടെ ഞാൻ വന്നതിൽ എനിക്ക് പ്രത്യേകമായിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള, ഹിഡൻ മീൻസ് സീക്രട്ട് ഉള്ള അജണ്ടകളൊന്നും ഉദ്ദേശങ്ങളൊന്നും എനിക്ക് ഇല്ല. I am fighting for my future. ഞാൻ എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് ഉത്കണ്ഠയുണ്ട്. അതുകൊണ്ടാണ്. Losing my future is not like losing an election or a few points in stock market. Losing എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുക. Losing my future is like losing an election or a few points in stock market. ഇതാണ് എനിക്ക് എൻ്റെ ഫ്യൂച്ചർ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഒരു ഇലക്ഷനിൽ നിങ്ങൾ തോക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ ഇലക്ഷനിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് പോലെയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഷെയർ മാർക്കറ്റിൽ 1-2 പോയിന്റ് കുറയുന്നത് പോലെയോ അല്ല. I am here to speak of all generations to come. ഞാൻ ഇവിടെ എന്തിനാണ്? I stand in front of you to speak for all generations to come. ഞാൻ ഇനി വരാനിരിക്കുന്ന ഓരോ തലമുറകൾക്കും വേണ്ടിയാണ് സംസാരിക്കുന്നത്. I am here to speak on behalf of starving children around the world whose cries go unheard. ഞാൻ ഇവിടെ ആരുടെ പ്രതിബിംബമായിട്ടാണ് നിൽക്കുന്നത്? ലോകത്തുള്ള പട്ടിണി കിടക്കുന്ന കുട്ടികളുടെ, അവരുടെ കരച്ചിൽ ഈ ലോകം കേൾക്കാതെ പോകും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. I am here to speak for countless animals dying across this planet because they have nowhere left to go. ഞാൻ ഇവിടെ I am here to speak for countless animals dying across this planet. ഈ ഭൂമിയിൽ മരിച്ചു വീഴുന്ന ഓരോ മൃഗങ്ങൾക്കും വേണ്ടിയുമാണ്, ജീവൻ നഷ്ടപ്പെടുന്ന ഓരോ മൃഗങ്ങൾക്കും വേണ്ടിയുമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. എന്തുകൊണ്ട് അവർക്ക് നഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ബിക്കോസ് ദേ ഹാവ് നോ വെയർ ലെഫ്റ്റ് ടു ഗോ. അവർക്ക് മറ്റെങ്ങും പോകാൻ കഴിയില്ല. മനുഷ്യൻ ഇപ്പോൾ തന്നെ തുടങ്ങിയല്ലേ ചന്ദ്രനിലും ചൊവ്വയിലും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷെ അവർക്ക് അവിടെയൊന്നും പോകാനുള്ള നിർവാഹമില്ലാത്തത് കൊണ്ട് ഈ ഇതിൽ ഞെരുങ്ങിക്കൂടിയവർ ജീവിക്കുകയാണ്, അല്ലെങ്കിൽ ഒതുങ്ങി ജീവിക്കുകയാണ്. മനുഷ്യനെ ഭയന്ന് അവന്റെ പ്രകൃതി, അവന്റെ ആവാസ വ്യവസ്ഥയെ നമ്മൾ നശിപ്പിക്കുകയാണ്. നാച്ചുറൽ ഹാബിറ്റാറ്റ് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വി കനോട്ട് അഫോർഡ് ടു ബി നോട്ട് ഹെയർഡ്. ഇനിയും നമുക്കിതൊന്നും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നമുക്ക് നടിക്കാൻ പറ്റില്ല. I am afraid to go out in the sun now.
ഇപ്പോൾ എനിക്ക് വെയിലത്തിറങ്ങാൻ പേടിയാണ്. ബിക്കോസ് ഓഫ് ദ ഹോൾസ് ഇൻ ദ ഓസോൺ. I am afraid to go out in the sun now because of the holes in the ozone. ഇപ്പോൾ എനിക്ക് വെയിലത്തിറങ്ങാൻ പേടിയാണ്. ഇവിടെ ബിക്കോസ് ഓഫ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിനൊരു എന്തുകൊണ്ടാന്നുള്ള റീസൺ പറയുക. നോക്കിക്കേ, ഞാൻ പുറത്തിറങ്ങാൻ എനിക്ക് ഭയമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബിക്കോസ് ഓഫ് ദ ഹോൾസ് ഇൻ ദ ഓസോൺ പാളിയിലെ വിള്ളലുകൾക്ക്. I am afraid to breathe the air because I don't know what chemicals are in it. എനിക്ക് ഇന്ന് ശ്വസിക്കാൻ ഭയമാണ്. എന്താണ് ആ ഭയത്തിന് കാരണം? ഐ ഡോണ്ട് നോ വാട്ട് കെമിക്കൽസ് ആർ ഇൻ. അതിൽ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല. ബ്രീത്ത് എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക എന്നുള്ളതാണ് കേട്ടോ. അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടുക എന്നുള്ളതാണ്. ഇൻ ദ സൺ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന വെയിലത്ത് പോവുക എന്നുള്ളതാണ് കേട്ടോ. ഹോൾസ് ഇൻ ഓസോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമുക്ക് ഭൂമിയിലെ ലെയറാണ്, ഓസോൺ ലെയറാണ്, അന്തരീക്ഷത്തിലുള്ള ഓസോൺ ലെയർ. ഐ എം ബിക്കോസ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് കാരണം എന്ന് പറയാൻ വേണ്ടി നമ്മൾ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. എന്താണ് പറഞ്ഞത്? ഓസോൺ പാളിയിൽ വിള്ളൽ ഉണ്ടായാൽ എന്താ സംഭവിക്കുന്നത്? അതിലൂടെ അൾട്രാ വയലറ്റ് കിരണങ്ങൾ വരികയും നമുക്ക് എന്താണ് സൂര്യാഘാതം ഏൽക്കുകയൊക്കെ അല്ലേ, സൺബേൺ. സോ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ എയറിന്റെ കാര്യം, നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ കാര്യം. I am afraid to breathe the air because I don't know what chemicals are in it. നമുക്ക് കേരളത്തിനെ സംബന്ധിച്ച് അത്രയും പ്രശ്നം വന്നിട്ടില്ല എങ്കിൽ തന്നെ ഡൽഹി പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ നമുക്ക് അറിയാം അല്ലെ, ഇന്ത്യയുടെ ക്യാപിറ്റൽ സിറ്റിയിലൊക്കെ അത്ര പൊല്യൂട്ടഡ് ആണ് എയർ. അവിടെ ശ്വസിക്കാൻ ശുദ്ധവായു നൽകൂ എന്ന് പറഞ്ഞ് ഈ അടുത്തിടയ്ക്ക് സമരങ്ങൾ നടന്നതൊക്കെ നമ്മൾ ന്യൂസ് ചാനലിലൂടെ ഒക്കെ കണ്ടു കാണും അല്ലെ. I used to go fishing in Vanco with my dad until just a few years ago. എന്താണ് പറഞ്ഞത്? I used to go fishing in Vanco with my dad. Used to go. I used to go എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രയോഗമാണ്. ഞാൻ അവിടെ പോകാറുണ്ടായിരുന്നു. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്വഭാവം അല്ലെ, നമ്മുടെ ഒരു പ്രവൃത്തി നമ്മൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ നമ്മളത് ചെയ്യുന്നില്ല എന്നാണ്. അപ്പൊ നമ്മൾ യൂസ്ഡ് ടു എന്നുള്ള പ്രയോഗം അവിടെ കൊണ്ടുവരും. I used to go there എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടെ പോകാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം പോകാറില്ല. I used to drink milk എന്ന് ഞാൻ നേരത്തെ മിൽക്ക് കുടിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ കുടിക്കുന്നില്ല. അതാണ് കേട്ടോ. I used to go fishing in Vanco. വാൻകൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. വാൻകൂറിൽ ഞാൻ എവിടെ പോകാറുണ്ടായിരുന്നു? ഫിഷിങ്ങിന് പോകാറുണ്ടായിരുന്നു, മീൻ പിടിക്കാൻ വേണ്ടി. വിത്ത് ആരുടെ ഒപ്പമാണ്? വിത്ത് മൈ ഡാഡ്, എൻ്റെ അച്ഛനൊപ്പം. Until just a few years ago when we found fish full of cancers. എന്ന് വരെ ഫിഷുകൾക്ക് ക്യാൻസർ, ഫിഷ് ഫുൾ ഓഫ് ക്യാൻസേഴ്സ്, ഫിഷിന് ക്യാൻസേഴ്സ് കാണുന്നിടം വരെ ഞാൻ എവിടെ പോകുമായിരുന്നു? അച്ഛനോടൊപ്പം മീൻ പിടിക്കാൻ വേണ്ടി പോകുമായിരുന്നു. And now we hear about animals and plants going extinct every day, vanishing forever. ഇപ്പോൾ ഹിയർ എന്ന് പറഞ്ഞാൽ കേൾക്കാം. Now we hear about animals and plants going extinct every day. എക്സ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കുമായി ഇല്ലാതാകുക, വംശനാശം സംഭവിക്കുക എന്നുള്ള. വാനിഷിംഗ് ഫോർ എന്ന് പറഞ്ഞാൽ അവർ തുടച്ചു നീങ്ങി പോവുകയാണ്, കാലാകാലങ്ങളിലേക്കും ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടു പോവുക. എക്സ്റ്റിങ് എന്നുള്ള വാക്ക് നിങ്ങൾ ഓർക്കുക. എക്സ്റ്റിങ് എന്നുള്ള വാക്ക് ഗോയിങ് എക്സ്റ്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലഹരണപ്പെടുകയല്ല, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നൗ വി ഹിയർ അബൌട്ട് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഗോയിങ് എക്സ്റ്റിൻക്ട് എവറി ഡേ, വാനിഷിംഗ് ഫോർ എവർ. ഓരോ ദിവസവും ഓരോ സ്പീഷീസിലുള്ള, ഓരോ വർഗത്തിലുള്ള, ഓരോ ഗണത്തിലുള്ള മൃഗങ്ങളും മൃഗങ്ങളും അതുപോലെ തന്നെ പക്ഷിമൃഗാദികളും ഒക്കെ എന്ത് ചെയ്യാണ്? ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇൻ മൈ ലൈഫ് I have dreamed of seeing great herds of wild animals, jungles and rainforests full of birds and butterflies. ആണ് എൻ്റെ ജീവിതത്തിൽ I have dreamed of seeing great herds of wild animals. ഇതാണ് വന്യമൃഗങ്ങളിലെ കൂട്ടത്തെയാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ സ്വപ്നങ്ങളിൽ. ജംഗിൾസ് ആൻഡ് റെയിൻ ഫോറസ്റ്റ് ഫുൾ ഓഫ് ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ്. മഴക്കാടുകളിൽ എന്താണ്? വനങ്ങളും മഴക്കാടുകളിലും അവിടെയുള്ള കിളികളെയും ചിത്രശലഭങ്ങളെയും കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബട്ട് നൗ I wonder if they will even exit for my children to see.
But now I wondered if they will even exit for my children to see. എന്നാണ്. പക്ഷെ ഇപ്പോ ഞാൻ അതിശയിച്ചു പോവുകയാണ്. വണ്ടർ, ഐ വണ്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ അതിശയിച്ചു പോവുകയാണ്. Now I wonder if they will even exist. I wonder if they will even exist for my children to see. എൻ്റെ കുട്ടികളുടെ കാലത്ത് അവരൊക്കെ ഉണ്ടാകുമോ, നിലനിൽക്കുന്നുണ്ടാകുമോ, അവരൊക്കെ ഉണ്ടാകുമോ എന്നാണ് അവൾ അതിശയിച്ചു പോവുകയെന്നാണ് അവൾ പറയുന്നത്. Did you have to worry about these little things when you were my age? നമ്മളോട് ചോദിക്കുകയാണ്, ഡിഡ് യു ഹാവ് ടു വറി അബൌട്ട് ദീസ് ലിറ്റിൽ തിങ്സ് വെൻ യു വർ മൈ ഏജ്? എൻ്റെ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളെ കുറിച്ച് ആശങ്കപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? വറി എന്ന് പറഞ്ഞാൽ ആശങ്കപ്പെടുക എന്നുള്ള. ഡിഡ് യു ഹാവ് ടു വറി അബൌട്ട് ദീസ് ലിറ്റിൽ തിങ്സ് വെൻ യു വർ മൈ ഏജ്? നിങ്ങളുടെ ഈ പ്രായത്തിൽ, എൻ്റെ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ ആശങ്കപ്പെടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. All this happening before our eyes, and yet we act as if we have all the time we want and all the solutions. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇപ്പോഴും അതിനൊക്കെ സൊല്യൂഷൻസ് നമുക്ക് വേണം എന്ന് പറയുന്നതല്ലാതെ ഒന്നും നമ്മൾ ശരിക്കും നടപ്പിലാക്കിയിട്ടില്ല. I am only a child. ഞാനൊരു കുട്ടി മാത്രമാണ്. നിങ്ങളുടെ അടുക്കലേക്ക് സംസാരിക്കാനുള്ള പക്വതയുണ്ടോ എന്ന് എനിക്കറിയില്ല. I don't have all the solutions. എനിക്ക് ഇതിനെല്ലാത്തിനും ഒന്നും പ്രതിവിധികളും സൊല്യൂഷൻസ് മീൻസ് പ്രതിവിധി, റെമഡീസ് ഒന്നും എൻ്റെ കയ്യിൽ ഇല്ല. ബട്ട് ഐ വാണ്ട് യു ടു റിയലൈസ് neither do you. പക്ഷെ ഞാൻ സമ്മതിച്ചു, ഐ എം എ ചൈൽഡ്, I haven't any options for these things, but I also remember you one thing, that you also don't have any alternatives. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്കും ഇതിനകത്ത് പ്രത്യേകിച്ച് ആൾട്ടർനേറ്റീവ്സ് ഒന്നും നിങ്ങളുടെ കയ്യിലില്ല, സൊല്യൂഷൻസ് ഒന്നും നിങ്ങളുടെ കയ്യിലും ഇല്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം. You don't know how to fix the holes in our ozone layer. നിങ്ങൾക്കറിയത്തില്ല ഓസോൺ പാളിയിലെ വിള്ളൽ എങ്ങനെ പരിഹരിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. You don't know how to bring salmon back to a dead stream. വരണ്ടു പോയ ഒരു അരുവിയിലേക്ക് സാൽമൺ എന്ന് പറയുന്ന ഒരു മത്സ്യമാണ് കേട്ടോ, സാൽമൺ. അവിടേക്ക് ആ മീനുകളെ തിരിച്ചു കൊണ്ടുവരേണ്ടത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയില്ല. കുളങ്ങളും അരുവികളും എല്ലാം വറ്റിപ്പോയി. അവിടേക്ക് ഇനിയും മീനും അതിലെ ജലജീവികളെയൊക്കെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. You don't know how to bring back an animal now extinct. നിങ്ങൾക്കറിയില്ല എങ്ങനെ ഈ ഒരു വംശനാശം സംഭവിച്ചു പോയ ഒരു ജീവിയെ, ഒരു മൃഗത്തിനെ തിരിച്ച് ഈ ലോകത്തേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അത് ഇനി അതിൻ്റെ ഒരു കണിക പോലും അവശേഷിക്കുന്നില്ല, അല്ലേ? ഒരു മനുഷ്യരാശി, അതിൻ്റെ ഒരു രാശി പോലും, മനുഷ്യരാശിയിലെ ഒരാളെങ്കിലും അവശേഷിച്ചെങ്കിലല്ലേ നമ്മൾ മനുഷ്യനുണ്ടെന്ന് പറയുന്നത് പോലെ എല്ലാ വംശനാശം നശിച്ചു പോയ മൃഗത്തിന്റെ ഒരെണ്ണം പോലും ബാക്കിയില്ല. പിന്നെ ഇനി എങ്ങനെ അവയെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരും? You can bring back forests that once grew where there is now desert. You can bring back forest എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, വനങ്ങൾ. Once grew where there is now desert. ഒരിക്കൽ അവ വളർന്നിരുന്ന സ്ഥലത്ത്, ഗ്രൂ എന്ന് പറഞ്ഞാൽ വളർന്നിരുന്ന സമയത്ത് എന്താണ്? ഇപ്പോൾ ഡെസേർട്ട് ആണ്. ഡെസേർട്ട് എന്ന് പറയാം മരുഭൂമിയാണ്. ഇപ്പോൾ മരുഭൂമിയാണ്. അവിടെ ഇനി തിരിച്ച് വനം എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് നിങ്ങൾക്ക് അറിയില്ല. If you don't know how to fix it, please stop breaking it. നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഇതിനൊന്നും ഉത്തരമില്ലെങ്കിൽ, if you don't have the answers to these things, don't do such things. നിങ്ങൾക്ക് ഇതിനൊന്നും നിങ്ങൾക്കൊന്നും ഉത്തരങ്ങളില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് പറയുന്നത്. നിങ്ങളതൊന്നും വേണ്ടാത്തതൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇതൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇതിനൊക്കെ കേടുവരുത്താതെ നിങ്ങൾ ഇരിക്കുക. Here you may be delegates of your governments, business people, organizers, reporters or politicians. ഇവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങളുടെ സർക്കാരിന്റെ
വക്താക്കളായിട്ടായിരിക്കാം, അതിൻ്റെ പ്രതിനിധീകരിച്ച് വന്നിരിക്കുന്ന വ്യക്തികളായിരിക്കാം, ഡെലിഗേറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ് പീപ്പിൾ ആയിരിക്കാം, അല്ലേ, ഏതെങ്കിലും ബിസിനസ് അസോസിയേഷനുമായി ചേർന്ന് വന്നിട്ടുള്ളതായിരിക്കാം. എന്താണ്, നിങ്ങൾ ഓരോന്ന് ഓർഗനൈസേഴ്സ് ആയിരിക്കാം, ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഓർഗനൈസേഷൻസിന്റെ അതിഥികളായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ വക്താക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചാനലുകളിലെ റിപ്പോർട്ടേഴ്സ് ആയിരിക്കാം. അതുപോലെ തന്നെ ഒരുപക്ഷെ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ പൊളിറ്റീഷ്യൻസ് ആയിരിക്കാം, പല രാജ്യങ്ങളിലെയും രാഷ്ട്രീയക്കാരായിരിക്കാം. ബട്ട് റിയലി യു ആർ മദേഴ്സ്, ഫാദേഴ്സ്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഓൺസ് ആൻഡ് അങ്കിൾസ്. പക്ഷേ നിങ്ങൾ ഇതൊക്കെയാണെങ്കിലും, നിങ്ങളുടെ പ്രൊഫഷൻ വൈസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ അതൊക്കെയാണെങ്കിലും, നിങ്ങൾ എല്ലാവരും എന്താണ്, അമ്മമാരും അച്ഛന്മാരും അനിയന്മാരും അനിയത്തിമാരും മാമന്മാരും മാമിമാരും ഒക്കെ ആണ്. ആൻഡ് ഓൾ ഓഫ് യു ആർ സംബഡീസ് ചൈൽഡ്. നിങ്ങളെല്ലാവരും ആരുടെയെങ്കിലും മക്കളൊക്കെ ആണ്. ഐ ആം ഓൺലി എ ചൈൽഡ്. ഞാനൊരു കുട്ടി മാത്രമാണ്. ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. Yet I know we are all part of a family. I am only a child. ഞാൻ സമ്മതിച്ചു, ഞാൻ കുട്ടി മാത്രം. Yet I know, എന്നിട്ടും എനിക്കറിയാം, I know we are all a part of a family, 5 billion strong. അതിന് 500 കോടിയോളം പിൻബലമുണ്ട്. അത്രത്തോളം ജീവജാലങ്ങൾ അതിന് പിന്നിലുണ്ട്. ഇൻഫാക്ട് 30 million species strong. അതിൽ 30 ബില്യൺ എന്ന് ഉദ്ദേശിക്കുന്ന അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ 100 കോടി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മില്യൺ എന്ന് പറഞ്ഞാൽ ലക്ഷം, 10 ലക്ഷം എന്നുള്ള 30 ലക്ഷത്തോളം വെറൈറ്റികളുള്ള ജീവജാലങ്ങളുള്ള ഒരു കുടുംബത്തിലെ അംഗങ്ങൾ. വി ആൾ ഷെയർ ദ സെയിം എയർ, വാട്ടർ ആൻഡ് സോയിൽ. നമ്മളെല്ലാവരും, സെർവൻസ് ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളെയും പക്ഷിമൃഗാദികളെയും മനുഷ്യനെയും എല്ലാവരെയും കൂടെ ചേർത്താണ്. നമ്മൾ 500 കോടിയോളം ഉണ്ട്. അതിൽ 30 ലക്ഷത്തോളം സ്പീഷീസ്, നമ്മൾ മൃഗങ്ങളെയും മനുഷ്യനൊരു സ്പീഷീസ്, ലാൻ ഒരു സ്പീഷീസ്, അല്ലെ, അങ്ങനെ ഓരോരോ മൃഗങ്ങളെയും ഇതിനെയൊക്കെ നമ്മൾ തിരിച്ചിട്ടുണ്ട്. പൂച്ചയും എലിയും, പൂച്ചയും പുലിയും ഒക്കെ അടങ്ങുന്ന ഒരു സ്പീഷീസ്. പിന്നെ നമ്മൾ പറയുന്ന ഓരോ മാവ്, തെങ്ങ്, അങ്ങനെ തുടങ്ങി പ്ലാന്റ്സിലുള്ള സ്പീഷീസ്, അങ്ങനെ തുടങ്ങി ഒത്തിരി വിഭാഗങ്ങളായിട്ട് നമ്മൾ ഉണ്ട്. അതിൽ 30 ലക്ഷത്തോളം അങ്ങനെയുള്ള ഗണങ്ങൾ, മനുഷ്യനും മൃഗങ്ങളിലും വെറൈറ്റി ബേർഡ്സും ഒക്കെ ആയിട്ട് പല സ്പീഷീസ്, ഒത്തിരി പേരുണ്ട്. നമ്മളെല്ലാവരും പക്ഷെ ഇവിടെ ഷെയർ ചെയ്യുന്നത്, നമ്മളെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നത് എന്ത് തന്നെയാണ്? ഈ സെയിം എയറും വാട്ടറും സോയിലുമാണ്. നമ്മളെല്ലാവരും ശ്വസിക്കുന്നത് ഈ വായു തന്നെയാണ്. നമ്മളെല്ലാവരും കുടിക്കുന്നത് ഈ വെള്ളം തന്നെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ആവാസ വ്യവസ്ഥയായിട്ട് നമ്മൾ നിലനിൽക്കുന്നത് ഈ മണ്ണിൽ തന്നെയാണ്. നമ്മൾ ബോർഡേഴ്സ് ആൻഡ് ഗവൺമെന്റ്സ് വിൽ നെവർ ചേഞ്ച് ദാറ്റ്. അതിനകത്ത് അങ്ങനെ അതിർത്തികളും പല സർക്കാരും പല രാജ്യങ്ങളും ഒന്നും ഇല്ല. എല്ലാവർക്കും ഒറ്റ ഭൂമി, ഒറ്റ ആവാസ വ്യവസ്ഥയേ ഉള്ളൂ. അത് ഈ ഭൂമിയാണ്. എല്ലാവർക്കും ഒറ്റ ലോകമേ ഉള്ളൂ. ഈ ലോകം അതേതാണ്? ഈ ഭൂമിയാണ്. അതിനകത്ത് ഈ കമ്പിവേലുകൾ എടുത്തിരിക്കുന്ന അതിർത്തികളോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഓരോ രാഷ്ട്രീയത്തിലും ഉൾത്തിരിഞ്ഞു വരുന്ന ഗവൺമെന്റുകളോ ഒന്നും ഇല്ല. ഐ ആം ഓൺലി എ ചൈൽഡ്. ഞാനൊരു കുട്ടി മാത്രമാണ്. എന്നിരുന്നാലും ഐ നോ വി ആർ ആൾ ഇൻ ദിസ് ടുഗദർ. I am only a child, yet I know we are all in this together and should act as one single world towards one single goal. ഞാനൊരു കുട്ടി മാത്രമാണ്. എന്നിരുന്നാലും I know we are all in this together. നമ്മൾ ഇതിലെല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കണം. Should act as one single world towards one single goal. നമ്മളെല്ലാവരും ഒരുമിച്ച് ജാതി മത വ്യത്യാസമില്ലാതെ, പിന്നെ രാഷ്ട്രീയത്തിന്റെ അതിർവരമ്പുകളില്ലാതെ, രാജ്യത്തിന്റെ അതിർവരമ്പുകളില്ലാതെ ഒക്കെ നമ്മൾ ഒറ്റ ഒരു കാര്യത്തിന്, ഗോൾ എന്ന ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രവർത്തിക്കണം. I am only a child, yet I know if all money spent on war was spent on ending poverty and
finding environmental answers. What a wonderful place this earth would be. ചോദിക്കുകയാണ് നമ്മളോട്, I know if all money spent on war, ഈ എന്താണ് നമ്മൾ യുദ്ധം ചെയ്യാൻ വേണ്ടി, യുദ്ധത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പണം was spent on ending poverty and finding environmental answers, നമ്മൾ ഈ ലോകത്തിലെ പട്ടിണി മാറ്റാനും അതുപോലെ തന്നെ എന്താണ് എൻവയോൺമെന്റൽ ഇഷ്യൂസിന് വേണ്ടിയിട്ടും പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ചാൽ വാട്ട് എ വണ്ടർഫുൾ പ്ലേസ് ദിസ് എർത്ത് വുഡ് ബി എന്നാണ് ചോദിക്കുന്നത്. ഈ ലോകം എത്ര മനോഹരമായി തീർന്നേനെ. ഞങ്ങൾ പറയാണ്, ഇൻ മൈ ആങ്കർ ഐ ആം നോട്ട് ബ്ലൈൻഡ്. ഞാൻ എൻ്റെ ദേഷ്യത്തിൽ ചുമ്മാതെ എന്തെങ്കിലും പറയുകയല്ല ചെയ്യുന്നത്. ആൻഡ് ഇൻ മൈ ഫിയർ ഐ ആം നോട്ട് അഫ്രൈഡ് ടു ടെൽ ദ വേൾഡ് ഹൗ ഐ ഫീൽ. എൻ്റെ ഭയത്തിലും എൻ്റെ ദേഷ്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നില്ല, മറന്നു പറയുകയല്ല, എന്തെങ്കിലും പുലമ്പുകയല്ല. അത് എൻ്റെ ഭയത്തിൽ ഞാൻ ഈ ലോകത്തിനോട് പറയാൻ, എൻ്റെ ആശങ്ക ഈ ലോകത്തിനോട് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഐ എം നോട്ട് അഫ്രൈഡ് ടു ടെൽ. ഞാൻ അതിന് എനിക്ക് ഭയം ഇല്ല. ദ വേൾഡ് ഹൗ ഐ ഫീൽ. എനിക്ക് എങ്ങനെയാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. വെൽ, വാട്ട് യു ഡു മേക്സ് മീ ക്രൈ അറ്റ് വേർഡ്സ് എക്സ്പ്ലെയിൻഡ് ഹിഡൻ അജണ്ട നൈറ്റ്. യു ഗ്രോൺ അപ്പ് സേ യു ലവ് us. നിങ്ങൾ പ്രായമുള്ളവർ പറയുന്നു, അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നു, ഞങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്ന്. എങ്കിൽ ഐ ചാലഞ്ച് യു, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. പ്ലീസ് മേക്ക് യുവർ ആക്ഷൻസ് റിഫ്ലക്ട് യുവർ വേർഡ്സ്. ഇതാണ് ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വാക്ക് അല്ലേ. ഐ ചാലഞ്ച് യു, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. പ്ലീസ് മേക്ക് യുവർ ആക്ഷൻസ് റിഫ്ലക്ട് യുവർ വേർഡ്സ്. നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെങ്കിൽ നിങ്ങൾ വാക്കുകളിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ അത് പ്രതിഫലിപ്പിച്ച് കാണിക്കുക. നിങ്ങളുടെ വാക്കുകളിലെ സത്യസന്ധത നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ കാണിക്കുക. താങ്ക് യു ഫോർ ലിസണിങ്. അവളുടെ സ്പീച്ച് ചുരുക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസ് രണ്ട് മൂന്ന് തവണ കേട്ട് നോക്കുക. ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള കാര്യങ്ങൾ പിന്നീട് ചോദിക്കുക. I repeat, this section is only for equivalency students. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് ചെയ്തിരിക്കുന്നത്, നമ്മൾ ഇതിൻ്റെ തർജ്ജമ ചെയ്തതുപോലെയാണ്, അല്ലെങ്കിൽ തന്നെ ആ ക്ലാസ്സിലെ എക്സ്പ്ലനേഷൻസ് we made it in regional language. So try to understand the speech. It's a wonderful speech. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ നല്ലൊരു സ്പീച്ചാണ്. എൻവയോൺമെന്റ് കൺസേൺ ഉള്ള ഒരു കൊച്ചുകുട്ടികൾ വളരെ ഇതിന്റെ സെക്ഷൻസ്, ഈ സെവൻ സുസുക്കിയുടെ സ്പീച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. ലിസൺ ടു സെവൻ സുസുക്കീസ് ഡെലിവറിങ് സ്പീച്ച് ഇൻ www.youtube.com പോയിട്ട് നിങ്ങൾക്ക് സെവൻ സുസുക്കിയുടെ സ്പീച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്പീച്ച് കേൾക്കാൻ കഴിയും. അത് നിങ്ങൾ കേൾക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക.